ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളാണ് ബ്രഹ്മോസ് മിസൈലുകൾ. ഇതിന് പല വകഭേദങ്ങളുമുണ്ടെന്ന് പറയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസുകൾ. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ഈ മിസൈലിന് ബ്രഹ്മോസ് എന്ന പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത് പലരെയും ആകർഷിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ വേഗതയെപ്പറ്റി പറയുകയാണെങ്കിൽ മാക്കിൽ പറയുകയാണെങ്കിൽ 2.8 ടു 3.0 വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഇത് നിലവിലുള്ള സബ്സോണിക് ക്രൂയിസ് മിസൈലുകളെക്കാൾ 3 മടങ്ങ് വേഗതയുള്ളതാണ്. ഹൈപ്പർസോണിക് പതിപ്പായ ബ്രഹ്മോസ് 2 വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. മാക് 7 വരെ പ്രതീക്ഷിക്കുന്ന വേഗതയാണ്. വിക്ഷേപണ ശേഷിയെപ്പറ്റി പറയുകയാണെങ്കിൽ കര, കടൽ, ആകാശം, അന്തർവാഹിനി എന്നിവിടങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ വളരെ വലിയൊരു ഭാഗമായി മാറിക്കഴിഞ്ഞു ബ്രഹ്മോസ് മിസൈലുകൾ എന്ന് നിസ്സംശയം പറയാം എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. ഇതിൻ്റെ ഒരു കൃത്യതയെപ്പറ്റിയൊക്കെ നമുക്ക് പ്രത്യേകം സൂചിപ്പിക്കേണ്ടതുണ്ട്. ഫയർ ആൻഡ് ഫോർഗെറ്റ് തത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ബ്രഹ്മോസിൽ സംക്ഷിപ്തമായിട്ടുള്ളത്. അതായത് ലക്ഷ്യത്തിലേക്ക് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നീട് മാർഗനിർദ്ദേശം ആവശ്യമില്ലാത്തതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഒരു വിക്ഷേപണം ലക്ഷ്യത്തേക്കുള്ള വഴിയിൽ വിവിധ പറക്കൽ പാതകൾ സ്വീകരിക്കാനും മിസൈലിൻ്റെ ഗതി മാറുന്നതനുസരിച്ച് ശക്തി വർദ്ധിപ്പിക്കാനും ഇതിന് സ്വയമേവ കഴിവുണ്ട്. ദൂരപരിധിയെപ്പറ്റിയാണ് പറയുന്നതെങ്കിൽ ആദ്യകാല പതിപ്പുകൾക്ക് 290 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് വന്ന വകഭേദങ്ങൾക്ക് 400 കിലോമീറ്ററിന് മുകളിൽ 800 കിലോമീറ്റർ വരെ ദൂരപരിധി ഉള്ളതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇനി ഇതിൽ പിടിപ്പിക്കാവുന്ന വാർഹെഡുകൾ നമുക്ക് അറിയാം. മിസൈലുകളുടെ മുൻഭാഗത്ത് തന്നെയാണ് വാർഹെഡുകൾ പിടിപ്പിക്കുക. അപ്പോൾ ഓരോ മിസൈലിൻ്റെയും അത് പറന്നു പോകാനുള്ള ആ ഒരു നീണ്ട ഭാഗവും ചെന്ന് വീഴുന്നിടത്ത് എക്സ്പ്ലോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വാർഹെഡുകളുമായിട്ടാണ് ഇതിൻ്റെ ഒരു രൂപകൽപ്പന. അപ്പോൾ 200 കിലോമീറ്റർ മുകളിൽ 400 കിലോമീറ്ററിന് മുകളിലേക്ക് വളരെ പെട്ടെന്ന് വേഗത ആർജിക്കാനും 200 കിലോ 300 കിലോഗ്രാം വരെ ഭാരമുള്ള സ്ഫോടക വസ്തു വാർഹെഡുകളായിട്ട് വഹിക്കാനും കഴിയുന്നവയാണ് ബ്രഹ്മോസ് മിസൈലുകൾ. ഈ കടുപ്പമുള്ള ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ബങ്കറുകൾ പോലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിനുമപ്പുറമുള്ള കെട്ടിട ഭാഗങ്ങൾ മിസൈലുകളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി പോലും തയ്യാർ ചെയ്യപ്പെട്ട കെട്ടിടങ്ങളെയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവുള്ള ബ്രഹ്മോസ് മിസൈലുകൾ. പിന്നെ